ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻസ് എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഫിനാൻസ് മീൻസ് 3 അപ്രോച്ചസിലൂടെ നമ്മൾ ഫിനാൻസ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഫസ്റ്റ് അപ്രോച്ച് മീൻസ് ഫിനാൻസ് ഈസ് ഫണ്ട്. സെക്കൻഡ് അപ്രോച്ച് ഫിനാൻസ് മീൻസ് മണി. തേർഡ് അപ്രോച്ച് ഫിനാൻസ് മീൻസ് യൂട്ടിലൈസിങ് ആൻഡ് സ്പെൻഡിങ് ഓഫ് മണി. നമ്മൾ ഇന്നലെ ഇതായിരുന്നു ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾ ഇതിലേക്ക് വരികയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ പേര് തന്നെയുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മീൻസ് മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ്. അപ്പോൾ ഫിനാൻസിനെ എന്ത് ചെയ്യാണ്? മാനേജ് ചെയ്യാണ്. എങ്ങനെ ഫിനാൻസ്, നമ്മളെ കയ്യിലുള്ള ഫിനാൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം? അതായത് നമ്മളിപ്പോൾ എത്ര രൂപ ചിലവാക്കണം, എങ്ങനെ ചിലവാക്കണം, നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് വരുന്നത്, അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ളതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫിനാൻസ് ഈസ് സ്കേഴ്സ്, അറിയാമല്ലോ. It is also the most important aspect of business. Therefore, finance should be managed very efficiently. This gave birth to FM as a separated discipline. FM simply means management of finance. അപ്പോൾ FM means financial management. അപ്പോൾ ഇങ്ങനെ എന്താണ് FM-ൻ്റെ ബർത്ത് തന്നെ എന്തുകൊണ്ടാണ്? നമ്മൾ ഫിനാൻസിനെ നല്ലോണം മാനേജ് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് എന്ത് വന്നത്? FM-ൻ്റെ ഒരു ബർത്ത് ഉണ്ടായത്, FM അവിടെ രൂപം കൊണ്ടത്. ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു PG ഹാസ്റ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റേസിങ് ആൻഡ് സ്പെൻഡിങ് ഓഫ് മണി. എന്താണ് റേസിങ് ആൻഡ് സ്പെൻഡിങ്? എങ്ങനെ റേസ് ചെയ്യാം, എങ്ങനെ സ്പെൻഡ് ചെയ്യാം, അതിൻ്റെ ഒരു ആർട്ടാണ് എന്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെ പണം ഉണ്ടാക്കാം, എങ്ങനെ പണം ചിലവഴിക്കാം, ഇതാണ് PG ഹാസ്റ്റിങ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഓഫ് മണി. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് ഓഫ് മണിയാണ്. നമ്മളെ ഫിനാൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, പണത്തിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാം. അതായത് FM എസെൻഷ്യലി ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് മണി ഓർ ഫണ്ട് ഓർ റിസോഴ്സസ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് മണി ഓർ ഫിനാൻസ് ഇൻ ദ ഫേം. അപ്പോൾ ഇതിൽ എന്താ പഠിക്കും നമ്മൾ? ഫിനാൻസിൻ്റെ പ്രോബ്ലംസും അതിനെങ്ങനെയൊക്കെ നമ്മൾ സൊല്യൂഷൻ നടത്താം, അതാണ് എന്തിൽ പഠിക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. FM ഈസ് കൺസേൺഡ് വിത്ത് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഫിനാൻസ്. ഫിനാൻസ് എന്ന FM എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ഫിനാൻസ്. ഫിനാൻസിനെ എങ്ങനെ പ്ലാൻ ചെയ്യാം, കൺട്രോൾ ചെയ്യാം. മൂന്നാമത്തത്, ഡിറ്റർമിനേഷൻ ഓഫ് ബിസിനസ് സക്സസ്. ബിസിനസ്സിൻ്റെ സക്സസ് ഡിറ്റർമിൻ ചെയ്യാൻ ആര് കാരണമാവുന്നതെന്ന് പറഞ്ഞത്? ഫിനാൻസ് കാരണമാവുന്നതാണ് പറഞ്ഞത്. ടുഡേ ഫിനാൻസ് ഇസ് ദ കീ ടു സക്സസ്. ഫിനാൻസ് മാനേജർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോളാണ് ആര് ചെയ്യുന്നത്? ഒരു ഫിനാൻഷ്യൽ മാനേജർ ചെയ്യുന്നത്. അപ്പം അയാൾ നല്ല രീതിയിൽ ഫിനാൻസിനെ മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായിപ്പോവും? ലോസ് ആയിപ്പോവും. അപ്പോൾ ബിസിനസ്സിൻ്റെ സക്സസ് തന്നെ ആരുടെ കയ്യിലാണുള്ളത്? ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ കയ്യിലാണ്. ഹീസ് മസ്റ്റ് ബി ആൻ എഫിഷ്യൻറ്റ് പേഴ്സൺ. നെക്സ്റ്റ്, ഫോക്കസ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. ഇൻ FM the focus is on financial decision making. ഇറ്റ് ഗിവ്സ് അനാലിസിസ് ഓഫ് ഡാറ്റ വിച്ച് ഫെസിലിറ്റേറ്റ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ബിസിനസ്സിന് എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും ആര് വേണം? ഫിനാൻസ് വേണം. അപ്പോൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഫിനാൻസ് വേണം, പ്രൊഡക്ഷൻ കൂട്ടുകയാണെങ്കിൽ ഫിനാൻസ് വേണം. അപ്പോൾ എന്ത് ഡിസിഷൻ ആണെങ്കിലും അതിൻ്റെ മോസ്റ്റ് ബേസ് എന്താണ്? ഫിനാൻസാണ്. അപ്പോൾ ഫിനാൻസിൽ മെയിനായിട്ട് എന്തിനാണ് നോക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്? തീരുമാനങ്ങൾ എടുക്കാൻ. സെൻട്രലൈസ്ഡ് ഇൻ നേച്ചർ. Unlike other financial areas like production and marketing, financial management is centralized in nature. In finance, decentralization is not practicable. ഇപ്പോൾ സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മളെ 14th പ്രിൻസിപ്പിളിൽ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്തായാലും സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക, അല്ലേ? അതാണ് സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോരുത്തർക്ക് വിട്ടുകൊടുക്കുക. അപ്പോൾ ഓരോ ഡ്യൂട്ടീസും ഓരോരുത്തർ സ്വയം ചെയ്യാം. അപ്പോൾ ഇവിടെ സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണം? ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? റോ മെറ്റീരിയൽ വേണം. റോ മെറ്റീരിയൽ വേണമെങ്കിൽ എന്ത് വേണം? പൈസ വേണ്ടേ? അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആരായിട്ട് റിലേറ്റഡ് ആണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങൾ വിൽക്കുന്നു. ആ ക്യാഷ് അവർ സ്വയം എടുക്കുകയാണോ ചെയ്യുക? സാധനങ്ങൾ വിറ്റ് കിട്ടുന്നത് അത് എങ്ങോട്ടേക്കാണ് പറ്റുക? ബിസിനസ്സിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരിക. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്താലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആരുമായിട്ട് റിലേറ്റഡ് ആണ്? ആരുമായിട്ട് സെൻട്രലൈസ്ഡ് ആണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സെൻട്രലൈസ്ഡ് ആണ്. അപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് മെയിൻ പോയിൻ്റ്. അവരുണ്ടെങ്കിലാണ് ഇവരൊക്കെ എന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. ദെൻ കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ. ഇൻ മോഡേൺ ഫിനാൻസ് ഈസ് കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ. It is related with the procurement of funds, use of funds, capital budgeting, decision, etc. അപ്പോൾ
നമ്മളെ ഫണ്ട് അഡ്മിനിസ്ട്രേഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബിസിനസ്സിൻ്റെ മെയിൻ ഫങ്ഷൻസ്. അതായത് ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നു, എങ്ങനെ ഫണ്ടിനെ യൂസ് ചെയ്യുന്നു, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എങ്ങനെ നടക്കുന്നു, ഇതൊക്കെ എന്താണ് ഇതിൽ പറയുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ, മൾട്ടി ഡിസിപ്ലിനറി. FM draws heavily on related disciplines such as economic, accounting, marketing, production, operations, research, etc. അപ്പോൾ FM എന്ന് പറഞ്ഞാൽ എന്താ പറയുക, FM എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ നമ്മൾ FM മാത്രമല്ല, എന്തൊക്കെയാണ് ഏതൊക്കെ ഡിസിപ്ലിൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്, എക്കണോമിക്സ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫങ്ഷൻസും എന്താണ്, ഇതൊക്കെ ഒരു ഡിസിപ്ലിൻസാണ്. എല്ലാ ഡിസിപ്ലിൻസും ഏതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ 7 ഫീച്ചേഴ്സാണുള്ളത്, 7 നല്ലപോലെ നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് FM. FMന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണുള്ളത്, മീൻസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് വൺ, സക്സസ്ഫുൾ പ്രമോഷൻ. അതായത് സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ ഈസ് വെരി നെസസറി ഫോർ ദ സക്സസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. If the financial plan fails to provide adequate capital to meet the requirement of fixed and fluctuating capital, the business cannot be carried out smoothly. അപ്പോൾ എന്താണ്, നല്ലൊരു സൗണ്ട് ഫിനാൻഷ്യൽ പ്ലാൻ ആണ് എന്ത്, ബിസിനസ്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു പ്ലാൻ അല്ലെങ്കിൽ നമ്മൾ അടുത്ത വർഷം ഇത്ര രൂപ, ഇത്ര പ്രോഡക്റ്റ്, ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കും. ഇങ്ങനെ ഒരു നല്ല പ്ലാനിങ് ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്തായെന്ന് അതിൻ്റെ അർത്ഥം, ഫെയിലായി എന്നാണ് അർത്ഥം. അപ്പം നല്ലൊരു സക്സസ്ഫുൾ പ്രൊമോഷൻ അല്ല, നല്ല സക്സസ്ഫുൾ ബിസിനസ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം, നമ്മളീ പറഞ്ഞ പ്ലാനിങ് ഒക്കെ കറക്റ്റായിട്ട് നടന്നിരിക്കണം. സെക്കൻഡ്, സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്സിൻ്റെ നല്ല രീതിയിലുള്ള റണ്ണിങ്ങിന് എന്ത് ആവശ്യമാണ്, ഫിനാൻസ് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് ബിസിനസ് കൊണ്ടുപോകണമെങ്കിലും എന്ത് വേണമെങ്കിലും ആര് വേണം, നമുക്ക് ഫിനാൻസ് വേണ്ടേ. ദെൻ ഫിനാൻസ് ഈസ് റിക്വയർഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് ബിസിനസ്സിൻ്റെ ഏത് സ്റ്റേജ് എടുത്ത് നോക്കിയാലും അവിടെ ആര് റിക്വയർഡാണ്, ഫിനാൻസ് റിക്വയർഡാണ്. പ്രമോഷൻ, ഇൻകോർപ്പറേഷൻ, ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്, ഡേ ടു ഡേ വർക്കിംഗ് എക്സെട്ര. പ്രമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ കമ്പനിയിൽ പോലും പഠിച്ചിട്ടുണ്ട് പ്രമോഷൻ, ഇൻകോർപ്പറേഷൻ, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് അല്ലേ. പ്രമോഷൻ നടത്തണമെങ്കിൽ അവിടെ ഫിനാൻസ് വേണ്ടേ. നമുക്ക് എന്താണ്, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം, ഷെയർ ഇഷ്യൂ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യണം, ഇതിനൊക്കെ ഫിനാൻസ് വേണ്ടേ. അപ്പോൾ ഇൻകോർപ്പറേഷൻ, കമ്പനി തുടങ്ങണമെങ്കിൽ അതിൻ്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്, ഫിനാൻസ് വേണം. ദെൻ കമൻസ്മെൻറ്റ്, ബിസിനസ് തുടങ്ങാൻ അവിടെ മസ്റ്റാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ഗ്രോത്ത്, ബിസിനസ് വളരണമെങ്കിൽ അവിടെ ഫിനാൻസ് വേണ്ടത്, അത് പ്രോഫിറ്റായിട്ടാണെങ്കിലും ഫിനാൻസ് നിർബന്ധമാണ്. പിന്നെ ഡേ ടു ഡേ വർക്കിംഗ് ക്യാപിറ്റലും നിർബന്ധമാണ് അല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞാലും ബിസിനസ്സിൻ്റെ നല്ല റണ്ണിങ്ങിന് ആര് വേണം, ഫിനാൻസ് വേണം. നെക്സ്റ്റ്, കോഓർഡിനേഷൻ ഓഫ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ്. എല്ലാ ഫങ്ഷണൽ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞ പോലെ സെൻട്രലൈസ്ഡ് നേച്ചർ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണിത്. കോഓർഡിനേഷൻ, എല്ലാ ഫങ്ഷൻസിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് എന്താണ്, സെൻട്രൽ പ്ലേസ് ഇൻ ദ ബിസിനസ് ഓർഗനൈസേഷൻ. ഇറ്റ് കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ അതർ ആക്ടിവിറ്റീസ് ഇൻ ദ എൻ്റർപ്രൈസസ് ലൈക്ക് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, സെയിൽസ് എക്സെട്ര. FM ഈസ് ഡിഫക്റ്റീവ്, ഓൾ അതർ ഡിപ്പാർട്ട്മെൻറ്റ് വിൽ ബിക്കം ഡിഫക്റ്റീവ്. ഇപ്പോൾ FM ഡിഫക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിഫക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മാനേജ്മെൻറ്റും എന്തായി പോകുന്ന പറഞ്ഞാൽ ഡിഫക്റ്റീവ് ആവും അല്ലേ. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നാവണമെങ്കിലും ആര് നന്നായാലേ പറ്റൂ, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്താലേ പറ്റൂ. നെക്സ്റ്റ്, ഡിസിഷൻ മേക്കിംഗ്. Almost every decision in business is taken in the light of profitability. Some of the important financial tools used by FM includes budget, variance analysis, cost profit volume analysis, financial statement analysis, etc. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയാസ് നമ്മളെ കയ്യിലുണ്ട്, ഫിനാൻഷ്യൽ ടൂൾസുകളുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. നെക്സ്റ്റ്, ഡിറ്റർമിനൻ്റ് ഓഫ് ബിസിനസ് സക്സസ്. ബിസിനസ്സിൻ്റെ സക്സസ് ഡിറ്റർമിൻ ചെയ്യുന്ന ആരാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ മാനേജർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സക്സസ് ഓഫ് ബിസിനസ്. ദേ അഡ്വൈസ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻ സോൾവിങ് വാരിയസ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. അപ്പോൾ ടോപ്പ് മാനേജേഴ്സിനെ വരെ അഡ്വൈസ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, ഈ ഫിനാൻഷ്യൽ മാനേജേഴ്സിനുണ്ട്. അപ്പോൾ ടോപ്പ് മാനേജേഴ്സിനോട് പറയുകയാണ്, ഇന്ന സ്ഥലത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കും, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ
എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ടോപ്പ് മാനേജേഴ്സിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളത് FM-ൻ്റെ ഒരു ഫിനാൻഷ്യൽ മാനേജേഴ്സിൻ്റെ ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതിലൂടെ എന്താണ് ബിസിനസ്സിൻ്റെ നല്ലൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദെൻ സൊല്യൂഷൻ ടു ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. എല്ലാ ഫിനാൻഷ്യൽ പ്രോബ്ലംസിനും എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇത്രയാണ് ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ് എടുത്തത്. ഇത് കംപ്ലീറ്റ്ലി നോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് തിയറിയാണ്. ഏകദേശം ഒരു 2 ക്ലാസ്സോടുകൂടി നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമ്മൾ പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുക, നോട്ടിലേക്ക് കംപ്ലീറ്റ് ചെയ്യുക. താങ്ക് യു.